ഹലോ എവരിവൺ, എല്ലാവർക്കും അമേസ് അക്കാഡമിയുടെ മെക്കാനിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് വളരെ പ്രതീക്ഷയേക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. RRB ALP നോട്ടിഫിക്കേഷൻ, സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ നോട്ടിഫിക്കേഷൻ നമ്പർ 1/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ALPയുടെ എക്സാം നടന്ന് അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ നല്ലപോലെ നടന്നിരുന്നു. അത് കഴിഞ്ഞ് കൃത്യം ഒരു സഡൻ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്റ്റേജ് എക്സാമും ക്ലിയർ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ള ഒരു ചുമതല എൻ്റെ മേലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് കഴിഞ്ഞ തവണ പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ കന്നഡ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ കന്നഡ ഉള്ളവരാരും ഈ ഒരു പോസ്റ്റിലേക്ക് നോക്കുകയേ വേണ്ട. കാരണം ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞ മിലിറ്ററി റൂൾസ് പോലെ വളരെ സ്ട്രിക്റ്റ് ആണ് ഈ ലോക്കോ പൈലറ്റിന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആയുധം എന്ന് പറയുന്നത് തന്നെ കണ്ണാണ്. അപ്പോൾ കന്നഡ അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച ഒട്ടും തന്നെ അവർ കോംപ്രമൈസ് ചെയ്യില്ല. ഒരുപാട് ഫിസിക്കൽ ടെസ്റ്റുകളിന് ശേഷമേ ഇതെടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കന്നഡയുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോയാലും അവർ തരില്ല. അപ്പോൾ നമുക്ക് ഈ എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ നമ്പർ 1/2024 എന്തൊക്കെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ സാലറി സ്കെയില്, എന്തൊക്കെ വേക്കൻസീസ് ഉണ്ട്. അപ്പം ഞാൻ പ്രധാനമായിട്ടും സൗത്ത് റീജിയനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം നമ്മളെ ഒരു നാട്ടിലൊക്കെ ഉള്ളവരെ കൂടുതലും തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ റീജിയനുകളിലാണ് കൂടുതലും അപ്ലൈ ചെയ്യാറ്. അതല്ലാതെ മറ്റു പല RRBകളിലും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന RRBകൾ ഇത് മൂന്നുമാണെന്ന് അറിയാം. ഫസ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് 20/1/2024 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 19/2/2024 രാത്രി 11:59 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് അത് അവിടേക്ക് ഫെബ്രുവരി ആയിട്ട് അപ്ലൈ ചെയ്യാമെന്നൊന്നും വിചാരിക്കരുത്. ഇപ്പം തന്നെ തുടങ്ങുക. കാരണം സൈറ്റ് എന്തെങ്കിലും ഹാങ്ങോ പ്രശ്നങ്ങളോ, ഒരുപാട് പേര് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്, ഒരുപാട് പേര് വന്ന് അപ്ലൈ ചെയ്യും. അതുകൊണ്ട് ഹാങ്ങോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇത് ഇപ്പോഴേ അപ്ലൈ ചെയ്ത് സെക്യൂർ ആവാനായിട്ട് നോക്കുക. ഡേറ്റ്സ് ഫോർ മോഡിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾ വൺസ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കറക്ഷൻസ് വേണമെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. 20/2/2024 മുതൽ 29/2/2024 വരെയാണ് ആ ഒരു കറക്ഷന് സമയം അനുവദിച്ചിരിക്കുന്നത്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്, ALP എന്ന് ഷോർട്ട് ഫോമിൽ പറയും. പേ ലെവല് ബേസിക് 19. അപ്പോൾ ഈ ഒരു സാലറി കണ്ടിട്ട് പലരും എത്രയേ ഉള്ളൂ സാലറി എന്ന് വിചാരിക്കേണ്ട. ഇത് ജസ്റ്റ് ബേസിക് സാലറി ആണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിയർനെസ് അലവൻസ്, അതുപോലെ തന്നെ നൈറ്റ് അലവൻസ്, അങ്ങനെ പല അലവൻസുകളും ചേർത്ത് HRA കിട്ടും. ഇതെല്ലാം ചേർത്ത് ഒരു 30,000 എബോവ് ഒക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ അടുത്തിടെ ഒരു ന്യൂസും വന്നിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ DA വീണ്ടും കൂട്ടാൻ പോകുകയാണ്. ഇപ്പൊ തന്നെ അവർക്ക് 45% DA ഉണ്ട്. ഇനി ഒരു 5% കൂടെ കൂട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ 5-4% കൂട്ടുകയാണെങ്കിൽ 50% അടുത്ത് DA, അതായത് ബേസിക് പേയുടെ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് അഡീഷണൽ കിട്ടുകയാണ് ചെയ്യുന്നത്. 50% എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അത് റീസെറ്റ് ചെയ്യും, അതായത് 0 നിന്ന് വീണ്ടും തുടങ്ങും. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. എന്ന് വെച്ചാലും നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് ഇതിൽ വരിക. നിങ്ങൾക്ക് ഗ്രോസ് ആയിട്ട് കിട്ടുന്ന സാലറി നല്ല സാലറി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്ന അതിനനുസരിച്ച് അലവൻസും കാര്യങ്ങളും കേന്ദ്ര സർക്കാരാണ്, അതിൻ്റേതായിട്ടുള്ള അലവൻസും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ആ ഒരു ജോബിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ്. അതായത് 1/7/2024 1/7/2024 30 വയസ്സ് കവിയരുത്, 18 വയസ്സ് കവിയും വേണം. അതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 5696 വേക്കൻസീസ് ഇപ്പോൾ നിലവിൽ വിളിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ജനറലി ഇത് ഫിക്സ് ചെയ്തിരുന്ന വേക്കൻസി തന്നെയാണത്. 5696 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർ മസ്റ്റായിട്ട് തറോ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. A1 സ്റ്റാൻഡേർഡ് എന്നാണ് പറയാം. A1 സ്റ്റാൻഡേർഡ് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. അതായത് സാധാരണ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഹിയറിംഗ് ഇമ്പയർമെന്റ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും റിസർവേഷനും കാര്യങ്ങളൊക്കെ പല പോസ്റ്റുകൾക്കും വെക്കാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു റിസർവേഷനും ബാധകമല്ല. ഫിസിക്കലി വെൽ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അവരിത് എടുക്കുള്ളൂ. എസ്പെഷ്യലി നിങ്ങളുടെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്
ഡിസ്റ്റൻസ് വിഷൻ 6x6 6x6 വിത്തൗട്ട് ഗ്ലാസസ് വേണം. നിയർ വിഷൻ 0.6 വിത്തൗട്ട് ഗ്ലാസസ്. അപ്പോൾ ഇത് കളർ ബ്ലൈൻഡ്, ബൈനോക്കുലർ വിഷൻ, അതിൻ്റെ അതുപോലെ തന്നെ പല ഫീൽഡ് ടെസ്റ്റ്, നൈറ്റ് ടെസ്റ്റ്, ഫോഗ് ടെസ്റ്റ്, ഇങ്ങനെ പല ടെസ്റ്റുകൾ ഇവർ കണ്ടക്ട് ചെയ്യും. അതെല്ലാം ഓരോന്നിലും പാസ്സായിരിക്കണം. ഇത് കുറച്ച് ടഫായിട്ടുള്ള ടെസ്റ്റാണ് ഈ ഫോഗിങ് ടെസ്റ്റ്. ഫോഗി അറ്റ്മോസ്ഫിയറിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വിസിബിൾ ആകണ്ടോ എന്നുള്ള രീതിയിൽ. എസ്പെഷ്യലി കളർ വിഷൻ, കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെങ്കിൽ അവരൊറ്റ റീസൺ മതി എല്ലാം കളയാനായിട്ട്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ അവർ കണ്ടക്ട് ചെയ്യുക. അത് നമ്മുടെ എക്സാം പാസ്സായതിന് ശേഷമാണ് കണ്ടക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആദ്യമേ വേണം നമ്മൾക്ക്. എന്നാലേ നമുക്ക് മറ്റ് ഫിസിക്കൽ ടെസ്റ്റിന് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ക്വാളിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. SSLC മസ്റ്റാണ്. പിന്നെ ITI ബേസ്ഡ് എക്സാം ആയിരിക്കും എന്നുള്ളത് അറിയാം. ITI എന്തൊക്കെയാണ് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് പറയാം. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ITIയുടെ ഒരുവിധപ്പെട്ട എല്ലാ ട്രേഡുകളും, മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ട്രേഡുകളും ഇവിടെ വിളിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇനി ITI അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ലിയോ ഓഫ് ITI അതും നമുക്ക് പറ്റും. അതുപോലെ 3 year മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓർ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ഹോൾഡ് ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ദെൻ കോമ്പിനേഷൻസ് ഓഫ് വേരിയസ് സ്ട്രീംസ് ഇതും. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് നോട്ടായിട്ട് അവർ കൊടുത്തിരിക്കുന്നത്, ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ആസ് എബോവ് വിൽ ബി ആക്സെപ്റ്റബിൾ ഇൻ ലിയോ ഓഫ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഡിപ്ലോമ എഞ്ചിനീയറിംഗിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞ ട്രേഡുകളിലെ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രിക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനേ ആവശ്യമില്ല. ഡിഗ്രിക്കാർക്കും ഇത് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷെ അവർക്ക് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് എക്സാമിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാം. ഇനി വാക്കൻസീസ് ഞാൻ 3 റീജിയൻസ് മാത്രമേ ഇവിടെ, 3 RRBസിന്റെ ഡീറ്റെയിൽസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാംഗ്ലൂർ റീജിയൻ, ബാംഗ്ലൂർ എന്ന് പറയുന്നത് ആക്ച്വലി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. SR എന്ന് പറഞ്ഞാൽ സദേൺ റെയിൽവേ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, ആ റെയിൽവേയിലാണ് വരുന്നത്. എന്നാലും ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബാംഗ്ലൂർ RRB ചൂസ് ചെയ്യാറുണ്ട്. ബാംഗ്ലൂർ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 186 ഒഴിവുണ്ട്. ബാക്കി കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 473 ഒഴിവാണുള്ളത്. ചെന്നൈ റീജിയൻ നമ്മളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രിഫർ ചെയ്യുന്ന റീജിയനാണ് ചെന്നൈ റീജിയൻ. 57 ഒഴിവാണ് അൺറിസർവ്ഡിനുള്ളത്. ദെൻ ടോട്ടൽ 148 ഒഴിവാണുള്ളത്. തിരുവനന്തപുരം നമ്മളെ മോസ്റ്റ് പ്രിഫേർഡ് അല്ലെ, നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത്. തിരുവനന്തപുരത്ത് 39 ഒഴിവാണുള്ളത് അൺറിസർവ്ഡ്. ടോട്ടൽ 70 ഒഴിവാണുള്ളത്. അപ്പോൾ സദേൺ റീജിയനിൽ വരുന്ന ഈ 2 RRBs ആണുള്ളത്. സൗത്ത് വെസ്റ്റേൺ റീജിയനിലാണ് ബാംഗ്ലൂർ വരുന്നത് എന്നൊന്നും അറിയാം. ദെൻ അപ്ലിക്കേഷൻ ഫീ എത്ര രൂപ കൊടുക്കണം? മോഡ് ഓഫ് പേയ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്കിൽ നിന്നുള്ള ചലാനോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് പോയിട്ട് കാര്യമില്ല. ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. UPI കാർഡ് പോലെയുള്ള എല്ലാ മോഡ്സും ഉണ്ട്. പക്ഷെ ഓൺലൈൻ മാത്രമേ പറ്റുള്ളൂ. ഓഫ്ലൈൻ ആക്സെപ്റ്റബിൾ അല്ല എന്ന് പ്രത്യേകം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 500 രൂപയാണ്. ഈ 500 രൂപ കൊണ്ടിട്ട് ആരും വിഷമിക്കേണ്ട. ഫസ്റ്റ് സ്റ്റേജ്, രണ്ട് സ്റ്റേജുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ, പാസ്സാവല്ല അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. ഡിഡക്റ്റിംഗ് ബാങ്ക് ചാർജസ്, ബാങ്കിന് എന്തെങ്കിലും ചാർജസ് 10 രൂപയോ എന്തെങ്കിലുമൊക്കെ അവരെ ട്രാൻസാക്ഷൻ ചാർജസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് തന്നെ തിരികെ തരും. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഇത്രയും എഫേർട്ട് എടുത്ത് ഈ അപ്ലിക്കൻസിന് വേണ്ടി ഈ എക്സാം സെൻറ്റേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു ചിലവുണ്ട്. എന്നിട്ടും ആ എക്സാമിന് അപ്പിയർ ചെയ്യാതെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു നഷ്ടമാണ് റെയിൽവേയെ സംബന്ധിച്ച്. അതുകൊണ്ട് അത് നികത്താൻ വേണ്ടിയിട്ട് 500 രൂപയിൽ അവർ 500 രൂപ അവർ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ മാത്രമേ ഇഫക്റ്റീവ്ലി നിങ്ങളിൽ നിന്ന് പിടിക്കുന്നുള്ളൂ. ദെൻ SC ST ഫീമെയിൽ, എക്സ് സർവീസ്മെൻ, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റീസ് ഓർ EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് കാസ്റ്റ്. അപ്പോൾ OBC EWS അല്ല, അതൊഴിച്ച് ബാക്കിയുള്ള എക്കണോമിക്കലി ബാക്ക്വേർഡ് അവർക്ക് 250 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 250 രൂപ അങ്ങനെ തന്നെ അവർക്ക് റീഫണ്ട് ചെയ്യും. അങ്ങനെ തന്നെ അവർ അപ്പോൾ ഇഫക്റ്റീവ്ലി അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫീ വേണ്ട എന്നാണ് ഇതിൻ്റെ അർത്ഥം. CBT 1 അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ ഒരു തുക നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. അപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ആദ്യമായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ കാണാം ഇതിൻ്റെ അപ്ലിക്കേഷനെ പറ്റി. എന്നിരുന്നാൽ പോലും ആ ഒരു വീഡിയോ മാത്രം സോഴ്സായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ മുതിരരുത്. നിങ്ങൾ കൃത്യമായിട്ട്
അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വായിക്കുക, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അത് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് RRB സെലക്ട് ചെയ്യാം. അതായത് ഞാനിവിടെ 3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിന് www.rrbnc.gov.in, ചെന്നൈ www.rrbchennai.gov.in, തിരുവനന്തപുരം rrbtiruvananthapuram.gov.in. ഇതിലേതെങ്കിലും RRBകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് റീജിയനാണ്, നോർത്തേൺ റീജിയൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് റീജിയൻ, അങ്ങനെ കുറേ റീജിയൻസ് ഉണ്ട്. ഏതെങ്കിലും RRBയുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറും ഇമെയിൽ ID-യും ത്രൂ ഔട്ട് നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിയണവരെ നിങ്ങളത് ആക്റ്റീവ് ആക്കി വെക്കേണ്ടതുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൂടെയും വേണം അവർ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത് കൃത്യമായിട്ട് ആക്റ്റീവ് ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു റീജിയൻ സെലക്ട് ചെയ്യുക, ആ റീജിയനിൽ RRBയിൽ ചെന്നിട്ട് RRBയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രൈമറി കാര്യം. അതിനുശേഷം മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറാണ്. ഫോട്ടോഗ്രാഫ് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്ലെയിൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വേണം. ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് JPG ഫോർമാറ്റ് ആണ്, 30 മുതൽ 70 KB മാത്രമേ സൈസ് പാടുള്ളൂ. ദെൻ ഇതിൻ്റെ ഒരു 12 കോപ്പിയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഫോർ ഫ്യൂച്ചർ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതേ ഫോട്ടോഗ്രാഫ് തന്നെ വേണം നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് പുതിയതായിട്ടൊരു ഫോട്ടോഗ്രാഫ് എടുക്കുന്നവർ അതിൻ്റെ ഒരു 12 കോപ്പി എക്സ്ട്രാ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സ്കാൻഡ് ഇമേജ് ഓഫ് സിഗ്നേച്ചർ, ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ, റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഒരു സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഇതേ സൈസിലേക്ക് മാറ്റി അതും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ SC/ST സർട്ടിഫിക്കറ്റ് ഇൻ PDF ഫോർമാറ്റ്, അത് അപ്ലിക്കബിൾ ആണെങ്കിൽ, കറസ്പോണ്ടിങ് കാസ്റ്റിന് അപ്ലിക്കബിൾ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ PDF ഫോർമാറ്റ് മാക്സിമം സൈസ് 500 KB അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഡീറ്റെയിൽസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് അക്കൗണ്ട് ക്രിയേഷൻ കനോട്ട് ബി മോഡിഫൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അപ്ലിക്കേഷന് ശേഷം മോഡിഫൈ ചെയ്യാനായിട്ടൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. അതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേഷൻ്റെ സമയത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് കനോട്ട് ബി മോഡിഫൈഡ്, ലൈക്ക് മൊബൈൽ നമ്പർ, ഇമെയിൽ ID എക്സെട്ര കനോട്ട് ബി മോഡിഫൈഡ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റാതെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മോഡിഫിക്കേഷൻ ഫീ ഹാസ് ടു ബി പെയ്ഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇൻ ഓൾ കമ്മ്യൂണിറ്റീസ്. മോഡിഫിക്കേഷൻ ഫീക്ക് പ്രത്യേക ഇളവൊന്നുമില്ല. SC/ST ആയാലും ജനറൽ ആയാലും ഒക്കെ ഒരേ ഫീസ് തന്നെയാണ്. മോഡിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ഫോർ എനി നമ്പർ ഓഫ് ടൈംസ് ബൈ പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫോർ ഈച്ച് ടൈം. നിങ്ങൾക്ക് എത്ര തവണ ആ നിശ്ചിത ഡേറ്റിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും ഓരോ ഡീറ്റെയിൽസ്, അനുവദനീയമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഓരോ തവണയും നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ഫീസ് കൊടുക്കേണ്ടതായിട്ടും വരും എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു നൂലാമാലകളുടെയും പ്രശ്നമില്ല എന്നുള്ളതും അറിയാം. comprises the following stages. The recruitment process comprises the following stages. First ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 2 സ്റ്റേജസ് ആണുള്ളത്. 3 സ്റ്റേജസ് ആക്ച്വലി ഉണ്ട്. അതിൽ 2 സ്റ്റേജ് പ്രധാനപ്പെട്ട സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT1, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് മലയാളം വേണമെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷ എഴുതാം. ഇംഗ്ലീഷ് എന്തായാലും ഡീഫോൾട്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കിട്ടണമെങ്കിൽ ഒരു സെലക്റ്റഡ് റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ സമയത്ത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിലായിരിക്കും CBT1. ഇതിൻ്റെ സിലബസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഇത് അറിഞ്ഞിരിക്കുക, ഇത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന മാർക്ക്, നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അത് അടുത്ത സ്റ്റേജിലേക്ക് ഒരു വെയിറ്റേജ് ആയിട്ട് കണക്കാക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ സെക്കൻഡ് സ്റ്റേജ് CBT2. CBT2ലും ഈ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷിലും ഒരു സെലക്റ്റഡ് റീജിയണൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിനുശേഷം വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ സൈക്കോളജി പോലത്തെ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റിൽ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടുതലും ചൂസ് ചെയ്യുക ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ എക്സാം എഴുതാം. പിന്നെ അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ലാസ്റ്റ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ. ഇതിലാണ് നിങ്ങളുടെ കണ്ണും കാര്യങ്ങളും ഫിസിക്കലി ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്യും. നല്ല ഹൈ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് തന്നെയാണ്, ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് തന്നെയാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് സ്റ്റേജസ്. ഇതിനുശേഷം നിങ്ങളുടെ അപ്പോയിൻമെൻ്റ് ആണ്. ഇതാണ് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഈ സ്റ്റേജിൽ കിട്ടുന്ന മാർക്കുകൾ യാതൊരു വെയിറ്റേജും ഇവിടെ കിട്ടില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് CBT1ൻ്റെ പാറ്റേണും അതിൻ്റെ സിലബസും നോക്കുകയാണെങ്കിൽ ഡ്യൂറേഷൻ 60 മിനിറ്റ് ആണ്. 75 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും
1 മാർക്ക് വീതം ശരി ഉത്തരത്തിനും 1/3 മാർക്ക് നെഗറ്റീവായിട്ട് ഓരോ തെറ്റ് ഉത്തരത്തിനും കുറയ്ക്കുന്നതായിരിക്കും. മിനിമം മാർക്ക് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. മിനിമം പാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ഓരോ കാറ്റഗറിക്കും അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാസ് പെർസെൻറ്റേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കിടക്കും. അപ്പോൾ അൺറിസർവ്ഡ് ആൻഡ് EWS എക്കണോമിക്കലി വീക്കർ സെഷൻ ആയാലും 40% മിനിമം മാർക്ക് വാങ്ങിയിരിക്കണം. അപ്പോൾ ഔട്ട് ഓഫ് 75 40% ഇസ് മിനിമം. ദെൻ OBC നോൺ ക്രീമി ലെയർ 30%, SC 30%, ST 25%. ഇത്രയാണ് അവർ പാസ് പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സബ്ജക്ട്സ് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, ഈ 4 കാറ്റഗറിയാണുള്ളത്. 4ലും കൂടിയാണ് 75 ക്വസ്റ്റ്യൻ. ഏറ്റവും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് മെന്റൽ എബിലിറ്റിക്കാണ്. 20 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ്, 20 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്, 10 ക്വസ്റ്റ്യൻ ജനറൽ സയൻസ്, 20 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്, 10 ക്വസ്റ്റ്യൻ. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴുള്ള ആനുകാലിക കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കാം. ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി കാര്യങ്ങളായിരിക്കും. ദെൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആൾജിബ്ര അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കുക. മെന്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ തന്നെയാണ്. അപ്പോൾ ടോട്ടലാണ് 60 മാർക്ക് നമുക്ക് തന്നിരിക്കുന്നത്. 60 മിനിറ്റ് ആണ്, 75 മാർക്കാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് CBT 2. അപ്പോൾ CBT 1 ജസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ CBT 2ലേക്ക് കിടക്കാം. CBT 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ടെസ്റ്റ് ഉണ്ട്, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ഇതാണ് നിങ്ങളുടെ ആക്ച്വൽ ടെക്നിക്കൽ നോളേജ് ടെസ്റ്റ് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി ഷോർട്ട് ലിസ്റ്റഡ് 15:1 റേഷ്യോയിലാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഒരു വേക്കൻസിക്ക് 15 പേരെ വെച്ചിട്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ദെൻ CBT 2 ഹാസ് 2 പാർട്സ്, 2 പാർട്സ് ഉണ്ട്, A and B. അതിൽ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 175 ക്വസ്റ്റ്യൻസ്. ആൻഡ് പാർട്ട് എയിൽ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ 60 മിനിറ്റിൽ 75 ക്വസ്റ്റ്യനുമാണ്. അങ്ങനെ ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 പാർട്ടിലും കൂടെ ഉള്ളത്. മിനിമം പാസ് പെർസെൻറ്റേജ് പാർട്ട് എക്ക് പാർട്ട് ബിക്കും സെപ്പറേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് എക്ക് 40%, പാർട്ട് ബിക്ക് 30%, പാർട്ട് എക്ക് OBC 30%, SC 30%, ST 25% തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ പാർട്ട് ബിക്ക് 35% ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്, എല്ലാ കാൻഡിഡേറ്റ്സിനും 35% തന്നെയാണ് പാസ് പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് 3 കാറ്റഗറിയാണുള്ളത്. 3ലും കൂടെ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്സ് ആണ്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ച് 90 മിനിറ്റ് ആണ് സമയം. നേരത്തെ പറഞ്ഞ പോലത്തെ സിലബസ് തന്നെയാണ്. എന്നാൽ പോലും കുറച്ചും കൂടെ ലെവലുള്ള CBT 1നേക്കാൾ കുറച്ചും കൂടെ ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. പാർട്ട് ബിയിലാണ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ട്രേഡ്. ഇവിടെയാണ് പ്രധാനം ശ്രദ്ധിക്കേണ്ടത്. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ, അതായത് ഡിപ്ലോമ, BTech ഹോൾഡേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ITIയുടെ ട്രേഡുകളുണ്ട്. ഇപ്പോൾ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രേഡുകൾ, ഫിറ്റർ, ഡീസൽ മെക്കാനിക്, അങ്ങനെ ട്രേഡുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡ് ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്ത ട്രേഡിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, ആ ചൂസ് ചെയ്ത് അപ്പോൾ നിങ്ങളുടെ സൗകര്യമാണ് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കുക. അതിനനുസരിച്ചായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. 75 മാർക്സ് ആണ് ഇതിനുള്ളത്. 75 ക്വസ്റ്റ്യൻസ്, 75 മാർക്സ് ആൻഡ് 60 മിനിറ്റ്സ് ആണ് അതിനുള്ള ടൈം. പിന്നെ അപ്പം അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് എന്ത് വരുന്നത്, 2.5 മണിക്കൂറിൻ്റെ ഒരു എക്സാം ആയിട്ടത് വരുന്നത്. അപ്പോൾ പാർട്ട് ബിയിലാണ് നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചൂസ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ITIക്കാർക്ക് ഇതിൽ അവരുടെ ട്രേഡ്, അവരേത് ട്രേഡിലാണ് ITI സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ട്രേഡ് മാത്രമേ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ ഈ ഒരു എക്സാമിന് ഉള്ളത്. അപ്പോൾ ഈ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ജോബിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ കാലാനുസൃതമായിട്ട് ഓരോ എക്സാം വിളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിലേക്കുള്ള ലിങ്കുകളും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഒക്കെ ഈ ഒരു ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ, യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു.